എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ മിക്സിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി ഈന്തപ്പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈന്തപ്പഴം നമുക്ക് ഒരു അര കപ്പ് വേണം കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു അര ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അളവെടുക്കുന്ന ആ ഗ്ലാസ്സിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 12-13 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ആ ഒരു കുരുവൊക്കെ മാറ്റിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം അര കപ്പ് ഉണ്ടോയെന്ന്. എന്നിട്ട് അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ കുരുവൊക്കെ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതാ മെഷറിംഗ് കപ്പിൽ ഇട്ട് നോക്കുമ്പോൾ അതാ കറക്റ്റായിട്ട് ഒരു അര കപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു ഈന്തപ്പഴത്തിലേക്ക് ഞാൻ 1/3 കപ്പാണ് പാലൊഴിക്കുന്നത്. അപ്പോൾ അര കപ്പിനേക്കാളും കുറച്ചുകൂടെ താഴെയായിട്ടാണ് ഈ ഒരു അളവുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയും നോക്കിയിട്ട് പാല് നല്ല ചൂടുള്ള പാലാണ് ഒഴിക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് കുതിരണം, അതിന് വേണ്ടിയിട്ടാണ് ചൂടുപാൽ ഒഴിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ സാധാരണ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ ലേശം സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിലായി കഴിഞ്ഞാൽ കേക്കിൻ്റെ സൈഡൊക്കെ മൊരിയും. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി. കൂടുതലുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഞാൻ എന്തായാലും മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല, പകരം ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സിനെ 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സായി കിട്ടും തമ്മിൽ. ഇനി നമുക്ക് നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാനിത് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 8 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കണം. ആദ്യം ഒരു 3 സ്പൂൺ ഇടുക, എന്നിട്ട് അടിക്കുക, പിന്നെ വീണ്ടും അടുത്തത്, അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ ഫുള്ളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചേർക്കണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോക്കാവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സും പാലും കൂടിയിട്ടുള്ളതില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാ മാക്സിമം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഒരു തരിയൊക്കെ ഇങ്ങനെ തരി പോലെ കിടന്നാലും വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും ആ ഒരു മിക്സിൽ അതാണ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ നോക്കുക. ഒട്ടും കട്ട പാടില്ല, അതേസമയം ഓവർ മിക്സ് ആവാനും പാടില്ല. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്, അതാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ചൂടാവുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയ്ക്കും കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതാ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കേക്ക് വെന്ത് വരുമ്പോൾ ഉള്ളിൽ വലിയ വലിയ എയർ ഹോൾസ് ഉണ്ടാവും, അതില്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് തുറന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. താഴെ ഒരു റിങ്ങൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, താഴെ മുട്ടാതിരിക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇരിക്കാൻ വേണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൂടി വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ മൂടി നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ മൂടി ഇരിക്കുന്നതായിരിക്കണം. എന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിൽ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രസ്സായിട്ട് ഇരുന്നോളുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ എന്തിലും വേണമെങ്കിലും കേക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കൂടി ബേക്ക് ചെയ്താൽ മതി. ടോട്ടൽ ഒരു 35 മിനിറ്റ് ആകുമ്പോഴേക്കും കേക്ക് വെന്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം സൈഡിൽ നിന്നൊക്കെ വിടിയിച്ചിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ദാ ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈന്തപ്പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഗോതമ്പിൻ്റെ മണം ഉണ്ടാവും. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. സെയിം റെസിപ്പി തന്നെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ ഒരു കൊച്ചു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് ഈ ഒരു ചാനലിലുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും കേട്ടോ. എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്